വചനമൊഴി ഫെബ്രുവരി 13. വചനഭാഗം വെളിപാട് 20:11-15, യോഹന്നാന്റെ സുവിശേഷം 5:19-29. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദനഹാകാലത്തെ അവസാന വെള്ളിയാഴ്ചയായ ഇന്ന് സീറോ മലബാർ സഭയിൽ സകല മരിച്ചവരെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. സകല മരിച്ചവരെയും അനുസ്മരിക്കുന്ന ഈ തിരുനാളിലൂടെ പ്രത്യാശയോടെ മരണത്തെ കാണാനാണ് സുവിശേഷം നമ്മോട് പറയുന്നത്. ഈ തിരുനാൾ ആചരിക്കുന്നതിലൂടെ സഭ നമ്മെ ക്ഷണിക്കുന്നത് മരണമെന്ന യാഥാർത്ഥ്യത്തെ ഭയത്തോടെ അല്ല, പ്രത്യാശയോടെ കാണാനാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചതുപോലെ മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും, അത് കേൾക്കുന്നവർ ജീവിക്കും. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്രം. മരണം അവസാനമല്ല, അത് ദൈവസന്നിധിയിലുള്ള ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ്. എന്റെ വചനം കേൾക്കുന്നവൻ നിത്യം ജീവിക്കുന്നു എന്നാണ്. ഇഹലോക ജീവിതത്തിൽ നിന്നും ദൈവസന്നിധിയിലേക്കുള്ള ഒരു യാത്ര, അതിലേക്കാണ് മരണമെന്ന കവാടത്തിലൂടെ നാം പ്രവേശിക്കുന്നത് എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ള വായനയിലും എല്ലാവരും ദൈവസന്നിധിയിൽ നിൽക്കുന്നതിനെ കുറിച്ചും ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതപ്പെടുന്നതിനെ കുറിച്ചുമാണ് പറയുന്നത്. ഭയപ്പെടുത്തലിനല്ല, ദൈവനീതിയുടെയും കരുണയുടെയും അന്തിമ വിജയത്തെ സൂചിപ്പിക്കുന്നതാണ് വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ള വചനങ്ങൾ. മിശിഹായിൽ ജീവിക്കുന്നവർക്ക് ഈ ന്യായവിധി ശിക്ഷാവിധിയല്ല, പൂർണ്ണ ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണെന്ന് പറയുന്നത്. മിശിഹായിൽ വിശ്വസിക്കുകയും മിശിഹായുടെ ജീവിതം ജീവിക്കുകയും ചെയ്യുന്നവർ മരണത്തിലൂടെ, ന്യായവിധിയിലൂടെ ശിക്ഷയിലേക്കല്ല, നിത്യതയിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. മരിച്ചവരുടെ തിരുനാൾ ആചരിക്കുന്നതിലൂടെ മരിച്ചവർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാൻ, ദൈവത്തിന്റെ കരുണ അവരെ ശാശ്വതമായ സമാധാനത്തിലേക്ക് നയിക്കുവാൻ ഇടവരുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം വിശുദ്ധിയോടെ ജീവിച്ച് ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരും എഴുതി ചേർക്കപ്പെടണം എന്ന ബോധ്യത്തോടുകൂടി വിശുദ്ധിയിൽ, വിശ്വസ്തതയിൽ ഇഹലോക ജീവിതം നയിക്കുവാനും ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ തിരുനാൾ ആചരണത്തിലൂടെ നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ ഓർക്കാനും മരണത്തിനും അപ്പുറവുമുള്ള ജീവിതത്തിലേക്കുള്ള പ്രത്യാശ പുതുക്കുവാനും തിരുസഭ നമ്മെ ക്ഷണിക്കുകയാണ്. മരണം നമ്മിൽ നിന്ന് പല ബന്ധങ്ങളെയും താൽക്കാലികമായി അകറ്റുമ്പോഴും സ്നേഹത്തെ അകറ്റാൻ അതിന് കഴിയുന്നില്ല. നമ്മൾ സ്നേഹിച്ചവരും നമ്മെ സ്നേഹിച്ചവരും ദൈവത്തിന്റെ കരുണയിൽ സുരക്ഷിതരാണെന്ന വിശ്വാസമാണ് ഈ തിരുനാൾ ആഘോഷം നമ്മോട് പറയുന്നത്. ഈ തിരുനാൾ ദിനം നമ്മെ ആത്മപരിശോധനയിലേക്കും വിളിക്കുന്നു. ജീവിതം എത്ര ചെറുതാണെന്ന ബോധം നമ്മിൽ ഉളവാക്കുന്നു. അത് ഭയപ്പെടുത്താനല്ല, മറിച്ച് സ്നേഹത്തോടെ ജീവിക്കാൻ, മാപ്പ് നൽകി ജീവിക്കാൻ, നന്മ ചെയ്ത് ജീവിക്കാൻ. ഈ തിരുനാൾ ദിനം ജീവിതം എത്ര ചെറുതാണെന്ന ബോധം നമ്മിൽ ഉളവാക്കുന്നു. അത് നമ്മെ ഭയപ്പെടുത്തുവാനല്ല, സ്നേഹത്തോടെ ജീവിക്കുവാൻ, ക്ഷമയോടെ ജീവിക്കുവാൻ, നന്മ ചെയ്ത് ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. സകല മരിച്ചവരുടെയും തിരുനാൾ ദുഃഖത്തിന്റെ ദിനമല്ല, അത് പ്രത്യാശയുടെ ദിനമാണ്. കണ്ണുനീരിനൊപ്പം വിശ്വാസവും, ഓർമ്മകളോടൊപ്പം നന്ദിയും, വേർപാടിനൊപ്പം പ്രത്യാശയും നമ്മിൽ നിറയ്ക്കേണ്ട തിരുനാളാണ്. ദൈവം നമ്മുടെ മരിച്ചവരെ തന്റെ കരങ്ങളിൽ ചേർത്തിരിക്കുന്നുവെന്നും ഒരു നാൾ നമ്മെയും അവരോടൊപ്പം ജീവന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്നുമുള്ള ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ഈ ദിനം ആചരിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.